ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ കൂടുതൽ നേരം വറക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഉണങ്ങിയ കൊപ്ര ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. കൊപ്ര ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്, ഡ്രൈ ആയിട്ട് അരച്ചെടുക്കണം. എന്നിട്ടൊരു പാനിലോട്ട് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞൊന്ന് വതക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ പൊടിയുന്ന ഒരു പരുവാകുമ്പോൾ അത് നമുക്ക് സിമ്മിലിട്ടിട്ട് അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും ശകലം മല്ലിപ്പൊടി ചേർക്കണമെന്നില്ല, ശകലം കായപ്പൊടിയും ഉപ്പും പുളിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ തേങ്ങ കൊപ്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് 1 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് ആ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ആ സ്റ്റൗവിലിരിക്കുന്ന ചൂടിൽ അതങ്ങ് നല്ലതായിട്ട് ഫ്രൈ ആയിക്കോളും. പിന്നീട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലാക്കി അടച്ചു വെക്കാം. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട് സ്മിതയുടെ. അപ്പോൾ എല്ലാവരും